السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 355. ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഹജ്ജ് കർമ്മം. ഹജ്ജ് എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിന് മുമ്പേ, അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് തന്നെ ഹജ്ജ് ഉണ്ടായിരുന്നു. ഫത്ഹുൽ മുഈനിൽ കാണാം, വഹുവ മിന ശറാഇൽ ഖദീമ, പൂർവകാല പ്രാചീന ശരീഅത്തുകളിൽ ഉള്ള കാര്യമാണ് ഹജ്ജ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജ 40 ഹജ്ജത്തൻ മിനൽ ഹിന്ദി മാഷിയൻ എന്നും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് നടന്നുപോയി 40 ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി മുഴുവൻ പ്രവാചകന്മാരും, വളരെ ചുരുക്കം ചില പ്രവാചകന്മാരൊഴിച്ച് എല്ലാ നബിമാരും എല്ലാ മുർസലീങ്ങളും ഹജ്ജ് നിർവഹിച്ചവരാണ്. അത് പക്ഷേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് പ്രകാരമുള്ള ഇന്ന് ഈ ഉമ്മത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഹജ്ജ് ആയിരുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മദീനയിലേക്ക് പലായനം ചെയ്ത് വരുന്നതിന് മുമ്പ് ധാരാളം ഹജ്ജുകൾ നിർവഹിച്ചിട്ടുണ്ട്. അതെല്ലാം ആ കാലഘട്ടത്തിലുള്ള ഹജ്ജിൻ്റെ ഒരു തരം രീതികൾ മാത്രമായിരുന്നു. എന്നാൽ വഫുരിള ഫിസ്സനത്തി സാദിസ അലൽ അസ്ഹി, ഏറ്റവും പ്രബലമായ അഭിപ്രായപ്രകാരം ഹിജ്റ 6-ാം വർഷത്തിലാണ് ഇന്ന് നിലവിലുള്ള ഈ ഉമ്മത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഹജ്ജ് ഫർളാക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഫർളാക്കപ്പെട്ട ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് ശേഷം ഹിജ്റയുടെ 10-ാം വർഷം ദുൽഹിജ്ജ മാസത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ തരത്തിലുള്ള ഈ ശരീഅത്ത് മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു പ്രാവശ്യം മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. ഏതായാലും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ്, നിർബന്ധമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അത് ഒരു മുസ്ലിമായ മനുഷ്യന് ഹജ്ജ് നിർബന്ധമാകാനുള്ള നിബന്ധനകളൊക്കെ ഒത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് നിർബന്ധമാവുക. അപ്രകാരം തന്നെയാണ് ഉംറയും നിർബന്ധമുള്ളത് ഒറ്റ പ്രാവശ്യമാണ്. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം നിർബന്ധമുള്ള കർമ്മമാണ് ഹജ്ജും ഉംറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറകൾ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.